വണക്കം വണക്കം വണക്കം. അടച്ചൊല്ലി 1 2 3 സ്റ്റാർട്ട്. വെൽക്കം ടു ഞെട്ടിക്കൽ ക്ലാസ്. ഏതാ ഇൻട്രോ? ഞാൻ ഇൻട്രോ കിട്ടുമോ എടാ? ഞെട്ടിക്കൽ ബിരിയാണി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും ട്രെൻഡിനൊപ്പം നീങ്ങാന്നുള്ളതാണ്. ശ്രദ്ധിച്ചോളി, അതല്ല ഇവിടുത്തെ വിഷയം. എടാ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ പോയിട്ട് കാണുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം, ഹോർമോൺസിന്റെ ചാപ്റ്റർ ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ വാരി വലിച്ച് നീട്ടാണ്ട നമുക്ക് നേരെ ടോപ്പിക്ക് പോവാം. നല്ലപോലെ ശ്രദ്ധിച്ചോ. സോ എല്ലാവരും ചാടി 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 നിൽക്കണ്ട, ഓരോട് തിരിക്കുക. ലിസൺ, എന്താ മോനെ, എല്ലാവരും ഹാപ്പി അല്ലേ? സോ ശ്രദ്ധിക്ക്, കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്, ഇതാണല്ലോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് അല്ലേ? സോ ലിസൺ, നോക്കിക്കോളൂ കേട്ടോ. എടാ, ഇതിൽ 15 കൊടുത്ത് നമ്മൾ ഇന്നലെ 14ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയായിട്ടുള്ളതാണ് ഈ വീഡിയോ ഉള്ളത്. സോ ശ്രദ്ധിച്ചോ. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു എ ഹോർമോൺ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എടാ, ഹോർമോൺസ് ബേസ് ചെയ്തിട്ട് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സ്റ്റോർഡ് ഇൻ ദി പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഒരു ഹോർമോൺ ആണ്, അത് എവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ. എടാ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു ആന്റീരിയർ ലോബ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബ് ഉണ്ട്. അതായത് ഒരു മുൻഭാഗവും പിൻഭാഗവും ഉണ്ട്. മനസ്സിലായോ? മുന്നു കൂടെയും പിന്നു കൂടെയും എന്ത് വരുന്നുണ്ട്? ഹോർമോൺസ് വരുന്നുണ്ട്. അതായത് ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ലിസൺ, ഇവരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയണ്ടേ. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദി ബോഡി. നമ്മളെ ബോഡിയിൽ വാട്ടർ ബാലൻസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്നുള്ള ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഹോർമോൺ ഈസ് മെൻഷൻഡ് ഹിയർ? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഹോർമോൺ ആരാണ്? പറയാൻ പറ്റുമോ? ആരാണ്? എടാ, നമ്മുടെ വാട്ടർ ബാലൻസ് കേൾക്കുമ്പോൾ ആലോചിക്കുക, വാസുണ്ണൻ. ആരാണ്? വാസുണ്ണൻ. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? വാസു. ഹൂ ഇസ് വാസു? വാസോപ്രസിൻ. ആരാണ്? വാസോപ്രസിൻ. ക്ലിയർ ആണോ? വാസോപ്രസിൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഇതാ എന്റെ ആൻസർ, വാസോപ്രസിൻ ആണ്. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഇറ്റ്? ഏത് ഗ്ലാൻഡ് ആണ്? ഏത് ഗ്ലാൻഡ് ആണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാസോപ്രസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആരാ? നമുക്കറിയാം, ഇറ്റ്സ് ഹൈപ്പോതലാമസ്. ആരാണ്? ഹൈപ്പോതലാമസ്. ക്ലിയർ ആണോ? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ ഇത് സ്റ്റോർ ചെയ്യുന്നു. മനസ്സിലാക്കി വെക്കുക, മാറരുത് കേട്ടോ. ഹൈപ്പോതലാമസ് ആണ് ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിലാണ്. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലടാ. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡസ് ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദി ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് വിന്റർ? എടാ, തണുപ്പ് കാലത്തും വേനൽക്കാലത്തും ഇവര് എങ്ങനെയാണ് നമ്മളെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എടാ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. സമ്മർ സീസൺ, സമ്മർ, വിന്റർ. നല്ലപോലെ ശ്രദ്ധിച്ചോട്ടോ. എടാ, സമ്മർ സീസണില് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും ഇല്ലേ? സമ്മർ സീസൺ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കും. എന്തിനാ വെള്ളം കുടിക്കുക? ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വെള്ളം വേണം. കാരണം വിയർപ്പിലൂടെ ഒക്കെ നമ്മുടെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലുള്ള വെള്ളം ഒരുപാട് ഒഴുകി പോകുന്നുണ്ട് ഇല്ലേ? ഒരുപാട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. സോ ശ്രദ്ധിച്ചോ, സമ്മർ സീസണിൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, വാസോപ്രസിന്റെ പണി കൂടും. കാരണം എന്താ? വാസോപ്രസിൻ എന്താ ചെയ്യുന്നത്? അതിന്റെ മുന്നേ നിങ്ങൾ വാസോപ്രസിന്റെ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. എന്താ വാസോപ്രസിൻ ചെയ്യുന്നത്? നമ്മളെ കിഡ്നീസിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യാം. മനസ്സിലായോ? എടാ, വീട്ടിൽ കറണ്ട് ഇല്ല, മോട്ടർ എല്ലാം കേടുന്ന വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടുന്ന് വെള്ളം കോരും? എവിടുന്ന് കോരും? കിണറിന്ന് വെള്ളം കോരും അല്ലേ? സോ അതേപോലെ നമ്മളെ വാസോപ്രസിൻ എവിടുന്ന് വെള്ളം കോരിയെടുക്കും? എവിടുന്ന് റീഅബ്സോർബ് ചെയ്യും? കിഡ്നിന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് നമ്മളെ ബോഡിക്ക് തരും. എന്തിനാ തരണം? സമ്മർ സീസൺ ആണ്. സമ്മർ സീസൺ ആണ്. നമുക്ക് എന്ത് വേണം? ഒരുപാട് വെള്ളം വേണം. വിയർക്കണ വെള്ളം വേണം, നമ്മളെ ബോഡിക്ക് വെള്ളം വേണം. സോ ശ്രദ്ധിച്ചോ. അപ്പോ സമ്മർ സീസണില് വാസോപ്രസിൻ, നമുക്ക് വാസു എന്ന് വിളിക്കാം, വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. മൂപ്പർക്ക് നല്ല പണി ഉണ്ടാവും. കാരണം വെള്ളം എടുക്കണം, ബാക്കിയുള്ളടത്തേക്ക് എത്തിച്ചു കൊടുക്കണം, വേണ്ടേ? സോ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ സമ്മർ സീസണിൽ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ സമ്മർ സീസണിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ എന്ത് കുറയും? എടാ, സമ്മർ സീസണിൽ നമുക്ക് മൂത്രം ഒഴിക്കാനുണ്ടാവോ? നമുക്ക് ശൂശു ഒഴിക്കാനുണ്ടാവോ? ഇല്ല. വൈ? നമുക്ക് ശൂശു ഒഴിക്കാൻ അവിടെ വെള്ളം ഇല്ല. കാരണം വെള്ളം മുഴുവൻ നമ്മുടെ ബോഡിക്ക് വേണം.
നമ്മൾ വിയർപ്പിലൂടെയും ബാക്കിയുള്ളൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തെ പുറന്തള്ളപ്പെടുന്നുണ്ട്. സോ സമ്മർ സീസണിൽ എന്ത് ചെയ്യുന്നു, വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ യൂറിൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാസോപ്രസിൻ ചെയ്യുന്ന ഫംഗ്ഷനും കൂടും. വാസോപ്രസിന്റെ പണി എന്താ, കിഡ്നിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യുക. അപ്പൊ അതും ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യൂലേ? ഈസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി വിന്റർ സീസണിൽ നമ്മൾ ഷൂഷു ഒഴിച്ചിട്ട് ഒരു എന്താവും, ഒരു പരുവാവും. കാരണം എന്താ, നമ്മൾ അത്യാവശ്യം വെള്ളം നമ്മൾ ഫുഡിലൂടെയും ചായ കുടിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നു. പക്ഷെ ഈ കുടിക്കുന്ന വെള്ളം നമ്മുടെ ബോഡിക്ക് അത്ര ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് അതിന്റെ റീസൺ? അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ വേർക്കുന്നൊന്നുമില്ല. സോ ഈ വെള്ളം എന്ത് ചെയ്യുന്നു, നമ്മളെ എക്സസ് ആയിട്ടുള്ള വെള്ളം ഷൂസ് ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, ഒഴിവാക്കപ്പെടും. അപ്പൊ സമ്മർ സീസണിൽ വാസോപ്രസിന് എന്തെങ്കിലും പണി ഉണ്ടോടോ? വാസോപ്രസിന് പണിയുണ്ടോ? ഇല്ല. സോ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. വാസോപ്രസിന് പണി കുറവാ, വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോ വാസോപ്രസിൻ ചെയ്യണ എന്തും ഡിക്രീസ് ചെയ്യും. കിഡ്നിന്ന് വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യും. പക്ഷേ ഈ നമ്മൾ ഓൾറെഡി കുടിച്ച വെള്ളം അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ നമ്മളെ ബോഡിയിൽ ഇല്ലേ, അപ്പൊ നമുക്ക് അത് എന്ത് മുട്ടും, ഷൂസ് ഒഴിക്കാൻ മുട്ടും. അതാണ് നമ്മളെ യൂറിനിലൂടെ പുറത്തു വിടുന്നത്. സോ തണുപ്പ് കാലത്ത് നമുക്കറിയാം അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമുക്ക് തണുപ്പ് കാലത്ത് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടാറുണ്ട്. ഇതാണ് അതിന്റെ റീസൺ. ക്ലിയർ ആണോ? ഓക്കെ, വെരി സിമ്പിൾ. സമ്മർ സീസണിൽ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ, വാസോപ്രസിന് പണിയുണ്ട്. കാരണം നമ്മളൊക്കെ വെള്ളം ഇല്ല, വാസോപ്രസിന് പണി എടുക്കുന്നുണ്ട്. കിഡ്നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു, എന്നിട്ട് നമ്മളെ ബോഡിക്ക് തരുന്നു. അത് നമ്മളെ വേർപ്പിലൂടെയും മറ്റും പുറന്തള്ളപ്പെടുന്നു. ക്ലിയർ ആണോ? വെരി സിമ്പിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ സ്പേസ് എടുത്താണ് കേട്ടോ. സോ അടുത്ത് നോക്കിക്കോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലോ? ഇല്ല, നോക്കിക്കോ. Evaluate the statements related to the hormonal disorders and the answer the question. നേരത്തെ അതേ ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോർമോൺ ഡിസോർഡേഴ്സ് ആണ്. ശ്രദ്ധിച്ചോ, നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ. ഇവിടെ എന്താണ് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടല്ലേ, ഗ്രോത്ത് ഹോർമോൺ ബന്ധപ്പെട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒക്കേഴ്സ് ഡ്യൂറിങ് ദി ഗ്രോത്ത് പീരീഡ്. എന്താ ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്? നമ്മള് കാലാകാലം വളർന്നുകൊണ്ട് നിൽക്കുവോ? ഇല്ല. നമ്മൾ മരിക്കണ വളരെ എങ്ങനെ വളർന്ന് പോകണ്ടോ? ഇല്ല. ചെറുപ്പത്തിൽ നമ്മൾ ചെറുതായിരുന്നു, വലുപ്പത്തിൽ നമ്മൾ വലുതായി ഇല്ലേ? അങ്ങനെ വലുതായി നമ്മൾ തെങ്ങിന്റെ അത്ര പോലൊന്നും ആവുന്നില്ല. നമ്മൾ ഒരു ഏജ് ആവുമ്പോൾ നമ്മളെ ഗ്രോത്ത് എന്ത് ചെയ്യണം? ഒരു ഏജ് ആവുമ്പോൾ നമ്മളെ ഗ്രോത്ത് നിൽക്കും ഇല്ലേ? അപ്പോ ഈ ഗ്രോത്ത് പീരീഡിലാണ് ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം. നെയിം ദി ഹോർമോണൽ ഡിസോർഡേഴ്സ് മെൻഷൻഡ് ഹിയർ. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഹോർമോണൽ ഡിസോർഡേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. സോലിസൺ ഇവിടെ ഉണ്ട്. ഗ്രോത്ത് ഫേസിൽ നടക്കുന്ന 2 ഹോർമോണൽ ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? സോ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ ഈസ് ഡോർഫിസം. എന്താണ് ഡോർഫിസം അല്ലേ? എന്താണ് ഡോർഫിസം? അതിന്റെ മുന്നേ ആരാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നമ്മളെ ഇവിടെ ഏത് ഹോർമോണിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ? ആരെ പറ്റിയാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെ പേരെന്താണ്? സൊമാറ്റോട്രോപ്പിൻ. എന്താണ്? സൊമാറ്റോട്രോപ്പിൻ. ക്ലിയർ ആണോ? ഓക്കെ, ഈ സൊമാറ്റോട്രോപ്പിന് ബന്ധപ്പെട്ടിട്ടാണ് ഈ 2 ഡിസോർഡേഴ്സ് ഉള്ളത്. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി വെക്കുക. വളരാന്ന് കേൾക്കുമ്പോ, ഗ്രോത്ത് എന്ന് കേൾക്കുമ്പോ തന്നെ ആരാലോചിക്കുക? സൊമാറ്റോട്രോപ്പിൻ ആലോചിക്കുക. ഈസ് ഇറ്റ് ക്ലിയർ ആണോ? നോക്കിക്കോട്ടോ. അപ്പൊ ഫസ്റ്റ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡോർഫിസം. ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ മുന്നേ ട്രിക്ക് പറഞ്ഞുതരാം. സൊമാറ്റോട്രോപ്പിൻ നമ്മളെ ഗ്രോത്ത് ഫേസിൽ നമ്മൾ വളർന്ന സമയത്ത് കൂടിക്കഴിഞ്ഞാൽ, സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആളും അതേപോലെ അങ്ങോട്ട് കൂടും, ആളെ ഹൈറ്റ് കൂടും. ക്ലിയർ ആണോ? സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളും ചെറിയ ആളാവും. ഈസ് ഇറ്റ് ക്ലിയർ? സെറ്റ് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഡോർഫിസം. 2 ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡോർഫിസം, സെക്കൻഡ് വൺ ഈസ് ജൈജാൻറ്റിസം. ഡോർഫിസം എന്ന് പറഞ്ഞാൽ ദി പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസസ്, കുറയുന്നു. ഏത് സമയത്ത്? ഗ്രോത്ത് ഫേസിൽ, നമ്മൾ വളരുന്ന സമയത്ത് ഇല്ലേ? ഇതിന്റെ സിംറ്റംസ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, അത് പറഞ്ഞപ്പോ കൂടെ പറഞ്ഞുള്ളൂ കേട്ടോ. ജൈജാൻറ്റിസം ദി പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ്. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഫേസിൽ കൂടുന്നതാണ്. കൂടിക്കഴിഞ്ഞാൽ ആളെ ഹൈറ്റും കൂടും. അതിന്റെ സിംറ്റംസ് അതന്നെ എക്സസീവ് ബോഡി ഗ്രോത്ത്. എക്സസീവ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് എന്ത് ചെയ്യുക? ആള് വളർന്നു പോവുക. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? സെറ്റ് അല്ലേ? ഓക്കെ, രണ്ടിന്റെയും സിംറ്റംസും കോസും ചോദിച്ചിട്ടുണ്ട്, നമ്മളത് പറഞ്ഞു ഇല്ലേ? ഓക്കെ, വെരി സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
ദി ഗ്രാഫ് ഷോയിങ് ദി FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ഓഫ് 3 ഇൻഡിവിജ്വൽസ് ഈസ് ഗിവൺ. എടാ 3 ആൾക്കാരെ ബ്ലഡ് പരിശോധിച്ച റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ FBS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണും, ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ടേം ആണ് FBS. എന്താണ് FBS നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ FBS? എടാ നമ്മൾ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോലെ എങ്ങനെ രാവിലെ പള്ള നിറച്ച് പൊറാട്ടയും കോഴിക്കറിയും കയറ്റിയിട്ടാണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാ? അല്ല, നമ്മൾ വെറും വയറിലാണ്, ഒന്നും കഴിക്കാണ്ട്, രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് എന്ത് ചെയ്യുക, ബ്ലഡ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് ഗ്ലൂക്കോസിന്റെ ലെവൽ കറക്റ്റ് കിട്ടുള്ളൂ. അതിന് പറയുന്ന പേരാണ് എന്ത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നുള്ളത്. ക്ലിയർ ആണോ? സോലിസൺ 3 ആളുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എ അബ്ദു, ബി ബാബു, സി. നിങ്ങൾ ആരെങ്കിലും പേരിട്ടോളി, എന്തെങ്കിലുമൊക്കെ പേരിട്ടോളിട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നോക്കോ, ഇതിലെ വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്? ആർക്കാണ് ഡയബറ്റീസ് ഉള്ളത്? അതിന്റെ മുന്നേ ഡയബറ്റീസ് എന്താ, ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ എത്രയും നമുക്ക് അറിയണ്ടേ? നമ്മൾ പറയും ഹൗ ക്യാൻ ഇറ്റ് ബി ഐഡന്റിഫൈഡ് ത്രൂ ഗ്രാഫ് അനാലിസിസ്. അത് എങ്ങനെ നിങ്ങൾക്ക് ഗ്രാഫിലൂടെ മനസ്സിലായി എന്നുള്ളത്, അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിച്ചോളി, പറഞ്ഞുതരാം. എടാ നോക്കടാ, ഫസ്റ്റ് വൺ, എന്താണ് ഡയബറ്റീസ്? അതിന്റെ മുന്നേ എത്ര ഗ്ലൂക്കോസിന്റെ ലെവൽ എന്നുള്ളത് നമ്മൾ അറിയണം. എത്രയാണ് ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ? അത് ആദ്യം അറിയണ്ടേ. 70 മുതൽ 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് പാടുള്ളൂ, നോർമൽ ലെവല്. എടാ നിങ്ങള് രാവിലെ ചായ ഒന്നും കുടിക്കാണ്ട് വെറും വയറ്റിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി, നിങ്ങളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ എത്ര പാടുള്ളൂ? ഇത്ര മാത്രമേ പാടുള്ളൂ. ഇതാണ് നോർമൽ ലെവല്. അപ്പോ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ ഇതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ അത് എത്ര ഉണ്ട്? 126-നെക്കാളും കൂടുതലുണ്ട്. 126-നെക്കാളും കൂടുതലുണ്ടെങ്കിൽ മോനെ സീനായി. എന്താണ്? നമുക്ക് എന്താണ്? ഡയബറ്റീസ് ആണ്, പ്രമേയാണ്. ചെറിച്ചോളി, ഡയബറ്റീസ് ആണ്. അത് അസുഖാടാ, ശ്രദ്ധിക്ക്. അപ്പോ ഹൗ ക്യാൻ ബി ഐഡന്റിഫൈ ത്രൂ ഗ്രാഫ് അനാലിസിസ്? നോക്കിക്കോ, എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഇതിൽ 126-നെക്കാളും കൂടുതലുള്ള ആരാ ഉള്ളത്? എക്ക് 100 ഉള്ളൂ, അണ്ണൻ സേഫ് സോണിലാണ്. ഇയാൾക്ക് എത്ര ഉള്ളൂ? 60 to 80 70 എബോ ഉണ്ടല്ലേ, 70 എന്തോ ആണെന്ന് തോന്നുന്നു. സോ അണ്ണനും സേഫ് ആണ്. ഇവിടെ ബിന്റെ നോക്ക് 180. ഓനെന്താ തിന്നല്? രാവിലെ ലഡു, ഉച്ചക്ക് ലഡു, വൈകുന്നേരം ലഡു, ഫുള്ള് മധുരം തിന്നിട്ട് അടിച്ചു കയറിയിട്ടുണ്ട്. സോ മനസ്സിലാക്കുക, ഇവിടെ ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടുള്ളത് ആരാണ്? എന്താണ് ആൻസർ? വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്? ബി ഫോർ ബാബു. ബാബുവിന് ബിക്കാണോ ഡയബറ്റീസ് ഉള്ളത്? ക്ലിയർ ആണോ? ഗ്രാഫിലൂടെ നമുക്ക് അത് എങ്ങനെ മനസ്സിലായി? 126 കൂടുതൽ ഉണ്ട് എന്നാണ് നിങ്ങൾ അവിടെ ഇതുണ്ട്, 126 അബോ ഉണ്ട്. അതാണ് അതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കോ. ഫർദർ ടെസ്റ്റിംഗ് റിവീൽഡ് ദാറ്റ് ദിസ് പേഷ്യന്റ് ഹാസ് ടൈപ്പ് 1 ഡയബറ്റീസ്. വാട്ട് ഡസ് ദിസ് മീൻ? ഇപ്പോ ടെസ്റ്റിലൂടെ മരിച്ചിട്ടില്ല, മാറിപ്പോയതാണ്. ടെസ്റ്റ് നടത്തിയപ്പോൾ എന്ത് മനസ്സിലായി? ഡയബറ്റീസ് ടൈപ്പ് 1 ആണ് ഇയാൾക്കുള്ളത്. എടാ നമ്മൾ 2 ടൈപ്പ് ഡയബറ്റീസ് നമുക്ക് പഠിക്കാണ്ട് അല്ലേ? ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്നുള്ള മനസ്സിലായി. വാട്ട് ഡസ് ദിസ് മീൻ? അതിന്റെ റീസൺ ഇതാണ്. എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ളത്? നോക്കോ, ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് ദി കണ്ടീഷൻ ഇൻ വിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലോസ്റ്റ് ഡ്യൂ ടു ദി ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ. വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാ, ഒരു ടെൻഷനും വേണ്ട. എടാ ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബീറ്റാ സെല്ലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എടാ ഒരു മെഷീന്, ഒരു സോപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ കേട് വന്നു, പിന്നെ സോപ്പ് ഉണ്ടാവോ? ഇല്ല. എടാ ബീറ്റാ സെല്ല് കേട് വന്നു, ബീറ്റാ സെല്ലിന് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു, നശിച്ചുപോയി, പാവം സത്തുപോയി. അപ്പോ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? നടക്കൂടെ? ഇല്ല. അങ്ങനെ അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടക്കൂല. ഇൻസുലിൻ അല്ലേ നമ്മളെ ബോഡിയിൽ എന്ത് കുറക്കുന്നത്? ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി കഴിഞ്ഞാൽ കുറക്കുന്ന ആളാണ് ആര്? ഇൻസുലിന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്ത് നമ്മളെ കൂടുതൽ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും അല്ലെ? ഷുഗർ വന്ന ആളുകൾ കാണാം സിറിഞ്ച് ഇൻസുലിൻ ആയിക്കാണ്ട് കുത്തിവെക്കുന്നത്. അതെന്തിനാണ്? ഓരോ ബോഡിയിൽ അമിതമായിട്ട് ഗ്ലൂക്കോസ് കൂടുമ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇവർക്കുള്ളത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയണേ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കട്ടോ. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ഇൻക്രീസ് ഇൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ ചിൽഡ്രൻ? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ റീസൺ എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാ ആൻസർ നോക്കിക്കോ. അൺഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ്. നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ, ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കാൻ നിങ്ങൾ എഴുതിയെടുക്കുക. ലാക്ക് ഓഫ് എക്സസൈസ്. എന്താണ് അൺഹെൽത്തി ഡയറ്ററി?
ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ ഫുൾ അടിച്ചു കയറ്റാ. ചോക്ലേറ്റ്സ് ആവശ്യത്തിനനുസരിച്ച് തിന്നുക. കല്യാണപ്പരി പോയ ഓസിക്ക് കിട്ടിയാൽ ഓയിൽമെന്റും തിന്നുന്ന ടീമാണ് നമ്മള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ എന്തൊക്കെ കിട്ടും അത് മുഴുവൻ കുത്തിക്കയറ്റും. പ്രത്യേകിച്ച് മധുരം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അല്ലേ? സോ അത് കൂടുതലായിട്ട് കഴിക്കും. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, എന്നിട്ട് വയറും ചാടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ നടക്കും ചെറിയ പ്രായത്തിൽ തന്നെ. മനസ്സിലായോ? മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ കണാറിന്റെ, എന്ത് ആണുങ്ങളായ കുറച്ച് വയറൊക്കെ വേണം, സിക്സ് പാക്ക് ഒക്കെ പക്ക ബോറാന്ന് പറയുന്നത് ഇവര്. ആ ടീമാണ് ഇവര്. എടാ ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവും. അതിന്റെ റീസൺസ് ഇതാണ്: അൺഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ്, ആവശ്യമില്ലാത്ത ഷുഗറുള്ള ഫുഡ് ഹാബിറ്റ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്കുക. ലാക്ക് ഓഫ് എക്സസൈസ്, എന്നിട്ട് എക്സസൈസും ചെയ്യൂല. ഓക്കെ, ഇനി നോക്കിക്കോ 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 കോൺസിക്വൻസസ് that can occur if diabetes is not controlled. ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാകാൻ പോകുന്ന 2 ദിവസങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ വേണമെങ്കിൽ ഏതെങ്കിലും 2 നോട്ട് ചെയ്ത് വെച്ചോ. ഒന്ന് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ ന്യൂറോപ്പതി, നെഫ്രോപ്പതി, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ. ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുക. ഇൻസുലിൻ കുത്തി വെച്ചിട്ടോ ഇൻസുലിൻ ഉണ്ടായിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അതിനെ ആര് റെസിസ്റ്റ് ചെയ്യും? നമ്മളെ ബോഡി റെസിസ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ ഡയബറ്റീസ് കാരണം ഫേസ് ചെയ്യാൻ പോകുന്ന അസുഖങ്ങളാണ്. ക്ലിയർ ആണോ? ഇതേപോലെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഡയബറ്റീസിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്നുള്ളത് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞ് നോട്ട് ചെയ്യല്ലേ. അമിതമായിട്ടുള്ള വിശപ്പുണ്ടാവും, അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാവും, നന്നായിട്ട് വിയർക്കും അല്ലെ, ഇടക്കിടക്ക് മൂത്രമൊഴിക്കും, കൂടെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ മൂത്രമൊഴിക്കും. അൺലിമിറ്റഡ് മൂത്രലൈസേഷൻ. ക്ലിയർ ആണോ? അങ്ങനെ ടേം ഇല്ല, ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സോ അടുത്ത ടോപ്പിക് നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ. അനലൈസ് ദി ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ഫ്രം ദി മാച്ച് ദ ഫോളോയിങ്. വെരി 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 സിമ്പിൾ. നോക്കോ, 3 ഹോർമോൺസ് കൊടുത്തിക്കണ്. പരിചയമുള്ള ആളുകളാണോ? ഫസ്റ്റ് വൺ ഈസ് ആൽഡോസ്റ്റിറോൺ, രണ്ടാമത്തെ ആൻഡ്രോജൻ, മൂന്നാമത്തെ കോർട്ടിസോൾ. പെട്ടെന്ന് മാച്ച് ചെയ്ത് ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുന്നത്? റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. നമ്മൾ പഠിച്ചിക്കണേ. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുന്നത്? റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ, BP മാനേജ് ചെയ്യുന്നു. സോ ഇതാണ് P. ഇനി രണ്ടാമത്തെ Q എന്താണ്? ആൻഡ്രോജൻ എന്താ ചെയ്യുന്നേ? നമുക്കറിയാം, കൺട്രോൾസ് സെക്ഷൽ ഡെവലപ്മെന്റ്. നമ്മളെ സെക്സ് ഓർഗൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ആരാണ്? ആൻഡ്രോജൻസ് ആണ്. ഇനി കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്രസ് ദി ഇമ്മ്യൂൺ റെസ്പോൺസസ്. നമ്മളെ പ്രതിരോധ ശേഷി അല്ലേ? പ്രതിരോധ ശേഷി ആരുടെ കൺട്രോളിലാണ്? അതിനെ സപ്രസ് ചെയ്യുന്നത് ആരാണ്? കോർട്ടിസോൾ ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? സിമ്പിൾ അല്ലേ? മാച്ച് ദ ഫോളോയിങ്. എന്നിട്ട് ഇവിടെ അതിന്റെ ഓപ്ഷൻസ് തോന്നി ഓപ്ഷൻസ് കൊടുത്തതിൽ എന്തോ ഒരു എറർ ഉണ്ട്. സോ ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിലിടാം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കൊടുത്തുകാണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? നൺ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യും. ഓക്കെ അല്ലേ? നൺ ഓഫ് ദീസ് ചിലപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഏത് കൊടുത്തിട്ടുണ്ടാവും? B കൊടുത്തിട്ടുണ്ടാവും, C കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ Aയും Bയും Cയും തെറ്റാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ 4ാമത്തെ ഓപ്ഷൻ എന്താണ്? നൺ ഓഫ് ദീസ്. ഇതിലുള്ളത് ഒന്നുമല്ല, വേറെയാണെന്നുള്ള. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ അങ്ങനെ ആണെങ്കിൽ ഏതേക്കാരം ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ D ആയിക്കാരം, നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ഉണ്ടോ നോക്കുക. നൺ ഓഫ് ദീസ് ചെയ്തോ. കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അടുത്ത് നോക്കിക്കോ. സം സൈക്കോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ് ആർ ഗിവൺ. എമർജൻസി സിറ്റുവേഷൻസ്. എന്താ എമർജൻസി സിറ്റുവേഷൻസ്? അവിടെ നമ്മൾ പേടിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് ഓടിച്ചാടി പോകുന്നു, ഒരു പാമ്പ്, മൂർഖൻ പാമ്പ് നിങ്ങളെ നേരത്തെ ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മൂർഖൻ പാമ്പ് ഇങ്ങനെ നിന്നു. നമ്മൾ പാമ്പിനോട് എന്ത് പറയും? വലൈക്കും അസ്സലാം, ഞാൻ വീട്ടിലേക്ക് പോണ്, വൈമാറു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പാമ്പിനെ കണ്ട് പേടിക്കും. പാമ്പിനെ കണ്ട ആൺകുട്ടികളാണ് നമ്മൾ ബോയ്സിന് എന്തില്ല, നമ്മൾ ബോയ്സിന് പേടില്ല. നമ്മൾ ബോയ്സ് എന്ത് ചെയ്യും? നമ്മൾ ബോയ്സ് ആദ്യം ഫാൻ്റെ കയറ്റി വെച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുണിയൊക്കെ താളം മടക്കി കുത്തി എന്ത് ചെയ്യുന്നു? നമ്മൾ തിരിഞ്ഞു ഓടുന്നു. പെൺകുട്ടികളാണെങ്കിലോ ഇറ്റ്സ് വെരി സിമ്പിൾ. 2 കണ്ണി ചിമ്മുന്നു, 2 ചെവി ഇങ്ങനെ പൊത്തിട്ട് നിങ്ങൾ ഇങ്ങനെ അലറും. മനസ്സിലായോ? എല്ലാവരും അല്ലടോ, ചിലവര്. ഓക്കെ, അപ്പോ ഈ സിറ്റുവേഷൻസിൽ ഇവിടെ ഉണ്ടാവുന്ന കുറച്ച് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ നോക്കിക്കോ. സ്ലോസ് ഡൗൺ പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? എടാ, നമ്മൾ ഫുഡ് ഡൈജഷൻ നടക്കും, ഫുഡ് നമ്മളെ ബോഡി കൂടെ പാസ് ചെയ്യുമ്പോൾ ഫുഡ് എങ്ങനെ പോവാ? ഇങ്ങനെ പോവാ. അതെന്താ? വേവ് ലൈക്ക് മൂവ്മെന്റിൽ പോകുന്നതിനാണ് നമ്മൾ എന്താന്ന് പറയാ? പെരിസ്റ്റാൾസിസ് എന്ന് പറയാം. അപ്പൊ സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ്, ഇത് കറക്റ്റ് ആണ്, ശരിയല്ലേ? അല്ലേ? എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളെ പെരിസ്റ്റാൾസിസ് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് സലൈവ. ആണോ? അല്ല, തെറ്റാണ്.
നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് സലൈവ പ്രൊഡക്ഷൻ കുറയില്ല. അതിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പേടിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ചിലപ്പം ഷൂസ് ചോദിക്കാനൊക്കെ എണീച്ചപ്പോൾ എന്തോ ഒരു വെള്ള സാധനം മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നടാ, പേടിച്ചിട്ട് ഇങ്ങനെ ആക്കും, ഇറക്കാനൊന്നും ഉണ്ടാവില്ല. അതെന്താ സംഭവം? സലൈവ പ്രൊഡക്ഷൻ കുറയും. ക്ലിയർ ആണോ? ഡിക്രീസസ് ഹെർട്ട് ബീറ്റ്. എടാ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഹെർട്ട് ബീറ്റ് കുറയാണോ ചെയ്യുക? അല്ല, ഹെർട്ട് ബീറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബീറ്റ് കേൾക്കാം, നല്ല പവർ ഉള്ള. അതിനനുസരിച്ച് ഇങ്ങനെ പാടി കഴിഞ്ഞാൽ നല്ല പഞ്ച് ഉണ്ടാവും, നമുക്ക് റാപ്പൊക്കെ ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പൊ ഈ പോയിന്റ് തെറ്റാണ്. ഡിക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയുള്ളത് ഏതാണ്? ഫസ്റ്റ് വണ്ണും ശരിയാണ്, ഫോർത്ത് വണ്ണും ശരിയാണ്, തേർഡ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് ഇൻകറക്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് കറക്റ്റ്, തെറ്റല്ലേ? അല്ല, ഫസ്റ്റും സെക്കൻഡും കറക്റ്റും സെക്കൻഡും ഫോർത്തും ഇൻകറക്റ്റും, തെറ്റല്ലേ? സെക്കൻഡ് ഫോർത്ത് കറക്റ്റ് ആണ്. സെക്കൻഡ് ഫോർത്ത് കറക്റ്റ് ആണോ? അല്ല, സെക്കൻഡ് ഫോർത്ത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഫസ്റ്റും ഫോർത്തും കറക്റ്റ്, സെക്കൻഡും തേർഡും ഇൻകറക്റ്റ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. പെട്ടെന്ന് ഇനി ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, കഴിഞ്ഞു. നോക്കോ. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ദി ഫോളോയിങ് ഹോർമോൺസ് ഇൻ ദി പ്രോസസ്സസ് ഷോൺ ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. പ്ലാന്റ് ഹോർമോൺസ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. 2 ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്, ജിബർലിൻ അതുപോലെ സൈറ്റോകിനിൻ. ഇവര് ഈ ഒരു പിക്ചറിൽ, ഈ ഒരു സ്റ്റേജിൽ, ഇത് ഏതാ സ്റ്റേജ്? എടാ അവിടെ സീഡ് ഉണ്ട്, ബഹുമാനപ്പെട്ട സീഡ് കുഴിച്ചിട്ടു, അവിടെ വേരുണ്ടായി, സീഡിനുള്ളിൽ നിന്ന് ബേബി പ്ലാന്റ് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഒരു നേരെ മോൾക്ക് വന്നിട്ട് ഈ സീഡ് വലുതായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി. ഇത്രയും സ്റ്റേജില് ജിബർലിനും സൈറ്റോക്കിനും എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മിക്കവാറും. പറഞ്ഞിട്ടില്ല, എക്സ്പ്ലെയിൻ ദ റോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. സോ ശ്രദ്ധിച്ചോ, എന്താണ് ജിബർ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാനോ? അബ്സിസിക് ആസിഡ് ആണ്, ഞാൻ നിങ്ങളെ ടെക്സ്റ്റിൽ നിന്ന് കോപ്പി ചെയ്ത സോണാണ്. സോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ജിബർലിൻ, എന്താണ് ജിബർലിൻ? ജിബർലിൻ എന്ത് ചെയ്യുന്നു? ജിബർലിൻ ബ്രേക്ക് സീഡ് ഡോർമൻസി. എന്താണ് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ നിങ്ങൾ മനസ്സിലാക്കുക, ജിബർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേറ്ററെ പോലുള്ള ഒരാളാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ജിബർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ജിബർലിൻ എങ്ങനെയാണ്? മോട്ടിവേറ്റർ ആണ്. എന്താ മോട്ടിവേറ്റർ? അതായത് അബ്സസിക് ആസിഡ് ഡോർമൻസി ഉണ്ടാക്കും. ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ സീഡിന് ആവശ്യമുള്ള ഓക്സിജനും വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് മൂപ്പര് വളരൂല. ഇതുപോലെ നമ്മളെ നേരം വെളുത്തിട്ട് നമുക്ക് പഠിക്കണം, നമുക്കറിയാം. രാവിലെ ട്യൂഷന് പോകണം, നമുക്കറിയാം. കുറെ പഠിക്കാണ്ട്, 10ാം ക്ലാസ് ആണെന്ന് നമുക്കറിയാം. എന്നാലും രാവിലെ പുതപ്പ് മൂടി തണുപ്പിന് ഉറങ്ങാൻ എന്തോ ഒരു സുഖമാണ് അല്ലേ? എന്നാലും നമ്മൾ വിളിക്കും, നമ്മൾ ഉറങ്ങല്ലോ, കുറച്ചും കൂടെ കേട്ടമ്മ എന്ന് പറയും ഇല്ലേ? അതേപോലെയാണ് അബ്സിസിക് ആസിഡ്. ഡോർമൻസിനുള്ളിൽ ഡോർമൻസി ആയിട്ട് നിൽക്കും. മനസ്സിലായോ? ഡോർമൻസി എങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കും? മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അതാണ്. പക്ഷെ ഇവിടെ മോട്ടിവേറ്റർ ആയി മാറുന്ന നമ്മുടെ ജിബർലിൻ വന്നിട്ട് എണീക്കടാ, പഠിക്കടാ, നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും എന്ത്? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചങ്കൽ. ആവശ്യമില്ലാണ്ട് അനാവശ്യത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചങ്കം നമുക്ക് ഉണ്ടാവും. ഇവിടെ ആവശ്യത്തിനാണ്. നോക്കുക, എന്ത് ചെയ്യുന്നു? ബ്രേക്ക് സീ ഡോർമൻസി. മൂപ്പർ എന്ത് ചെയ്യുന്നു? വന്നിട്ട് ഡോർമൻസി ബ്രേക്ക് ചെയ്യും. കണ്ടോ? ഇതാ ഇതിനുള്ളിൽ നിന്ന് പ്ലാന്റ് പുറത്തേക്ക് വന്നു, ഡോർമൻസി ബ്രേക്ക് ചെയ്യിപ്പിക്കും. ക്ലിയർ അല്ല? അത് ചെയ്യുന്നത് ജിബർലിനാണ്. ജിബർലിന്റെ ഫംഗ്ഷൻ കിട്ടിയില്ലേ? ഇനി സൈറ്റോക്കിനിൻ എന്ന് പറഞ്ഞാൽ റിയൽ ഹാർഡ് വർക്കർ ആണ്. മനസ്സിലാക്കി വെക്കുക. ഈ സ്റ്റേജിൽ സൈറ്റോക്കിനിൻ റിയൽ ഹാർഡ് വർക്കർ ആണ്. മൂപ്പര് ഫുൾ ടൈം പണിയെടുക്കുന്നു, ഫുൾ ടൈം ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. നോക്ക്, സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ. മൂപ്പര് സെൽ ഡിവിഷൻ നടക്കണം. എവിടെ പ്ലാന്റ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ നടക്കണം, വേണ്ടേ? അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെൽ ഡിഫറൻസിയേഷൻ നടക്കാന്, ജെർമിനേറ്റിംഗ് സീഡ് വളരാനും ഇതിനൊക്കെ ഇവരെന്ത് ചെയ്യുന്നു? സൈറ്റോകിനിൻ പണിയെടുക്കുന്നു. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അപ്പോ ഇനി നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോ. P and Q are the hormones that regulate the glucose level in the blood. നമ്മൾ നേരത്തെ ഗ്ലൂക്കോസിനെ പറ്റി പറഞ്ഞു ഇല്ലേ? ഇൻസുലിനെ പറ്റി പറഞ്ഞു ഇല്ലേ? പറഞ്ഞില്ലേ? സോ ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിക്കണേ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാനോ. ഇവിടെ P കൊടുത്തിക്കണേ, Q കൊടുത്തിക്കണേ. സോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. Which cells produce the hormone P? എടാ ഇവിടെ P എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കുന്ന സെൽ ഏതാണ്? പറയാം. റൈറ്റ് ദി നെയിം ഓഫ് ദി ഗ്ലാൻഡിന്റെ പേര് ഏതാ? വേർ ദി സെൽസ് ആർ ഫൗണ്ട്. ഏതാണ് ഈ സെല്ല് കാണുന്ന ഗ്ലാൻഡ് ഏതാന്നല്ലേ? എടാ ഇവിടെ P ഏതാണ്? ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി ഇൻക്രീസ് ചെയ്യുമ്പോ ആരാണ് വർക്ക് ആവുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എടാ നമ്മളെ വീട്ടില് ഒരാൾക്ക് നന്നായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ അയാൾ ഇൻസുലിൻ കുത്തി വെക്കൂലേ? നമ്മൾ കാണാറില്ലേ? നമ്മളെ വീട്ടിലും അവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസുലിൻ കുത്തി വെക്കുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നേ? അയാളെ ഗ്ലൂക്കോസ് കുറയല്ലേ? അല്ലേ? സോ ആ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന സെൽ ആരാ?
ആരാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ഇവിടെ പി എന്താണ് വരിക? എന്താ ആൻസർ വരിക? ബീറ്റാ സെല്ലാണ്. എന്താണ്? ബീറ്റാ സെല്ലാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ബീറ്റാ സെല്ലാണ് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. റൈറ്റ് ദി നെയിം ഓഫ് ദി ഗ്ലാൻഡ് വേർ ദി സെൽസ് ആർ ഫൗണ്ട്. ഇത് ഏത് ഗ്ലാൻഡിലാണ് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഏത് ഗ്ലാൻഡിലാണ്? പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ദി ഹോർമോൺ ക്യൂ ഇൻ റെഗുലേറ്റിംഗ് ദി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇവിടെ ക്യൂ ഉണ്ട്. ക്യൂ ആരാണ് അപ്പോ? ക്യൂ എന്നുള്ള ഹോർമോൺ ഏതാ? ഇത് ബീറ്റാ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇൻസുലിൻ ആണെന്ന് പറഞ്ഞെങ്കിൽ ഇത് ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഹോർമോണാ? ഗ്ലൂക്കഗോണാ. ഗ്ലൂക്കഗോൺ. എന്താണ് ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഗ്ലൂക്കഗോൺ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇത് റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. വെരി സിമ്പിൾ. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കുന്നു. ശ്രദ്ധിച്ചോ. എടാ, നിങ്ങളെ വീട്ടിൽ എന്തുണ്ട്? നിങ്ങൾ ഭയങ്കര വിശന്ന് നിൽക്കുന്ന സമയത്ത് ഉച്ചക്ക് നിങ്ങൾക്ക് ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി ആര് കൊണ്ടുവന്നു? നിങ്ങൾ അയൽവാസിയിൽ നിന്ന് കൊണ്ടുവന്നു. നിങ്ങൾ എന്ത് ചെയ്യൂ? ആവശ്യത്തിലധികം എന്ത് ചെയ്യും? അല്ലെങ്കിൽ വിശപ്പ് തീരോളം അത് കുത്തിക്കയറ്റും. എന്നിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കും ഇല്ലേ? എന്നിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? ഇതേ ബിരിയാണി നമ്മൾ എടുത്തിട്ട് ചൂടാക്കി കഴിക്കും ഇല്ലേ? രാത്രി നിങ്ങൾക്ക് നന്നായിട്ട് വിശന്ന്, അപ്പൊ നിങ്ങൾ എടുത്ത് ചൂടാക്കി കഴിച്ചു. ഇതേപോലെയാണ് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഒരു കളി കളിക്കുന്നത്. ശ്രദ്ധിച്ചോ. എടാ നോക്കിക്കോ, നമുക്ക് ആദ്യം ഞാൻ രണ്ടാളെയും ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. രണ്ട് ഹോർമോണിന്റെയും ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ നമുക്ക് ഇൻസുലിൻ പറയാം. ഓക്കെ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ നല്ലപോലെ ശ്രദ്ധിച്ചോ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നിട്ട് പറയാം. ബട്ട് ഇവിടുത്തെ രണ്ടും അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഭയങ്കര സിമ്പിളാണ്. ഇൻസുലിൻ നമ്മൾ എപ്പോഴാണ് കുത്തിവെക്കല്? ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ. എന്തിനാണ് ബിരിയാണിന്റെ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇൻസുലിൻ ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കും. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലൈക്കോജൻ എന്ന് പറയാം. ഇപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഗ്ലൂക്കോസ് പൊടി ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അരിപ്പയിൽ ഇത് അരിക്കുമ്പോൾ ഗ്ലൂക്കോസ് പൊടി കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ഇത് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും ഇല്ലേ? വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ആവശ്യമുള്ളതൊക്കെ നമ്മളെ ബോഡി എടുത്തിട്ട് ബാക്കി അലിഞ്ഞു പോലെ ബ്ലഡിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടിയിട്ടല്ല കാണിക്കുക. അപ്പൊ അത് അലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഫോമുകാക്കി മാറ്റും. അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കലാണ് പണി. മനസ്സിലായോ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കലാണ് എന്ത് ഇവരെ പണി. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കണേ? ഒന്നാകെ ഗ്ലൂക്കോസ് ആണ് പോവാണ് പുറത്തേക്ക്. അല്ല, ആവശ്യമുള്ള ഗ്ലൂക്കോസ് എടുത്തിട്ട് ബാക്കിയുള്ളതിന് എന്തിനാക്കി മാറ്റുന്നു? ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ആക്കുന്നു. ക്ലിയർ ആണോ? അപ്പോ ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതാണ്. നമ്മളൊക്കെ കുറെ ബിരിയാണി ഉണ്ട്. കണക്ട് ചെയ് എടാ. കുറെ ബിരിയാണി ഉണ്ട്, നമ്മൾ കഴിച്ചിട്ട് നേരെ ഒടുക്കെടുത്ത് വെച്ചു, ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് കുറെ രാത്രി ആയപ്പോ പിന്നെയും വിശന്നു. രാത്രി നന്നായിട്ട് വിശന്നപ്പോ എന്ത് വന്നു? നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ നിന്ന് ബിരിയാണി എടുക്കും. എന്നിട്ട് ചൂടാക്കിയിട്ട് എന്ത് കഴിക്കും? ബിരിയാണി കഴിക്കും ഇല്ലേ? അപ്പൊ ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മളൊക്കെ ഗ്ലൂക്കോസ് ഇല്ല. അപ്പൊ നമുക്ക് പേടിയുണ്ടാവും. നമ്മൾ ഓൾറെഡി ഗ്ലൈക്കോജൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ബിരിയാണി ഫ്രിഡ്ജിൽ എടുത്തു വെച്ച പോലെ ഇല്ലേ? സോ ആ ഗ്ലൈക്കോജനെ തിരിച്ച് എന്താക്കി കൺവേർട്ട് ആക്കുന്നു? ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ആക്കുന്നു. ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ആക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ബന്ധം. മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ക്യൂ എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ ആണെന്ന് അറിയാം. ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താ എന്നുള്ളതാണ്. ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താ? കൺവേർട്സ് ഗ്ലൈക്കോജൻ ഇൻടു ഗ്ലൂക്കോസ്. എടാ, ഒരു പോയിന്റോടെ മനസ്സിലാക്കാൻ. എടാ, ഈ ബിരിയാണി ഉണ്ടാക്കണ ആരാന്നറിയോ? ബിരിയാണി ഉണ്ടാക്കണം. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു താത്തണ്ട്. താത്താന്റെ പേരാണ് ആമിന താത്ത എന്നുള്ളത് മനസ്സിലാക്കുക. ആരാണ്? ആമിന താത്ത. സോ നമുക്ക് ഈ ഗ്ലൂക്കഗോണിന്റെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. എടാ, നമ്മള് എടുത്തു വെച്ച ബിരിയാണി ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് ഇനി ബിരിയാണി ഇല്ല. അതായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആമിന താത്തോണ്ട് പറയും ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ആമിന താത്ത ബിരിയാണി ഉണ്ടാക്കി തരും. അതേപോലെ നമ്മളേക്കുള്ള ഗ്ലൂക്കോസ് ഫുള്ള് കഴിഞ്ഞു. ഗ്ലൈക്കോജൻ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ? അത് ഫുള്ള് ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ആക്കി കഴിഞ്ഞു. നമ്മളേക്ക് ഇനി എന്തില്ല? ഗ്ലൂക്കോസ് ഇല്ല. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് വേണം. ആരുണ്ടാക്കി തരും? ആമിന താത്ത ഉണ്ടാക്കി തരും. ആരാണ് ബയോളജിയിൽ ആമിന താത്ത? അമിനോ
അമിനോ ആസിഡിന് നമ്മൾ എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. നമ്മളല്ല, ആരുണ്ടാക്കും? ഗ്ലൂക്കോൺ ഉണ്ടാക്കും. ഇതാണ് മൂപ്പരുടെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ആൻസർ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് അഥവാ കൺവേർട്സ് ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്. നമ്മൾ ആരുടെ ഫംഗ്ഷൻ? ഗ്ലൂക്കോണിന്റെ ഫംഗ്ഷൻ. സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. മനസ്സിലാക്കി വെക്കുക. ആമിനത്താത്തന്റെ ബിരിയാണി അമിനോ ആസിഡ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. റൈറ്റ് എനി ടു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒഴിവാക്കേണ്ട എന്ത് രണ്ട് ലൈഫ് സ്റ്റൈലാണ് വിച്ച് ഈസ് കോമൺലി സീൻ ചിൽഡ്രൻ. കുട്ടികളിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് സി കാണുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞു. സിമ്പിൾ ആടാ, എന്തേലൊക്കെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് ലോജിക്കൽ ഇതവിടെ ഉണ്ട്. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഡയറ്റ് കീപ്പ് ചെയ്യുക, ഷുഗർ കുറച്ചൊക്കെ കഴിക്കുക, ഷുഗർ എല്ലാത്തിലും ഷുഗർ ഇട്ട് കഴിക്കരുത്, എക്സസൈസ് ചെയ്യുക. മനസ്സിലായോ? എന്നാൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണോ? അടുത്തത് നോക്കോ. എക്സാമിൻ ദി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ റെഗുലേറ്റിംഗ് വാട്ടർ ബാലൻസ്. രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, വാസോപ്രസിൻ, ഹൈപ്പോതലാമസ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു തവണ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തതല്ലേ? ആണ്. നമ്മൾ ഫസ്റ്റില് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ? വാസോപ്രസിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള വെള്ളം ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത്. ക്ലിയർ അല്ലേ? സോ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വിന്റർ സീസണിലും സമ്മർ സീസണിലും എങ്ങനെ വാസോപ്രസിൻ ബാലൻസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഹൈപ്പോതലാമസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല, അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. സോ ഹൈപ്പോതലാമസ് എന്താ വെച്ചാൽ ഈ വാസോപ്രസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ നോക്കലേ, നമുക്ക് നാളെ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോലെ നോക്കിക്കോളൂ കേട്ടോ. 22ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദി സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ? ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. ബ്ലഡിൽ കാൽഷ്യം ലെവൽ ഡിക്രീസ് ചെയ്യുന്നു. എ. സിറ്റുവേഷൻ ബി, കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നോക്കോ. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദി ഹോർമോൺ റിക്വയർഡ് ഇൻ സിറ്റുവേഷൻ ബി. സിറ്റുവേഷൻ ബിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, അതായത് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ ആരാണ്? ഇതോ ആൻസർ പാരാതോർമോൺ ആണ്. ആരാണ്? പാരാതോർമോൺ ആണ്. ക്ലിയർ ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇറ്റ്സ് പാരാതോർമോൺ. ഇനി എന്താണ് അടുത്ത ബി ക്വസ്റ്റ്യൻ? How does the hormone in situation A helps in maintaining the normal level of calcium? Situation A-ലുള്ള ഹോർമോൺ ആരാ? ഇത് പാരാതോർമോൺ ആണെങ്കിൽ ഇത് ആരാടാ? കാൽസിറ്റോണിൻ ആണ്. ഓക്കെ, കാൽസിറ്റോണിൻ എപ്പോഴാ പ്രവർത്തിക്കലടാ? നമ്മൾ കാൽസിറ്റോണിന്റെ ഒരു ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ പറയണ്ടില്ലേ? കാൽസിറ്റോണിൻ എപ്പോഴാ പ്രവർത്തിക്കുക? അപ്പൊ നിങ്ങളുടെ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറഞ്ഞ സമയത്ത് കാൽസിറ്റോണിൻ വന്നിട്ട് എന്ത് ചെയ്യും? കാൽഷ്യം ലെവൽ കൂട്ടിത്തരും. അപ്പൊ അത് എങ്ങനെ എന്നുള്ളതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കോ, അടുത്ത ആൻസർ ഇതാ കണ്ടോ. സ്റ്റിമുലേറ്റ് ദ ആക്സലറേറ്റ് ദി റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ദി ബ്ലഡ് ഇൻ കിഡ്നി. നമ്മളെ ബ്ലഡിൽ കാൽഷ്യം കുറയുന്ന സമയത്താണ് കാൽസിറ്റോണിൻ വരിക. മനസ്സിലാക്കി വെക്കുക, കുറഞ്ഞ സമയത്താണ് കാൽസിറ്റോണിൻ വരിക. അപ്പൊ കാൽസിറ്റോണിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നടാ? റീഅബ്സോർബ് ചെയ്തിട്ട് കാൽഷ്യത്തിന് എന്ത് ചെയ്യുന്നു? കാൽഷ്യത്തിനെയും ഫോസ്ഫേറ്റിനെയും എവിടുക്കിടുന്നു? ബ്ലഡ് കിടും. കാരണം ബ്ലഡിൽ കാൽഷ്യം കുറവല്ലേ? ഇനി എന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബോൺ ഇൻ ടു ദി ബ്ലഡ്. എടാ, നമ്മള് ബോണിൽ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ? ബോണിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അവിടെ എടുത്തു വെക്കാനുള്ളതാണോ? അവിടെ പാത്തക്കാനുള്ളതാണോ? അല്ല, കാരണം നമ്മളെ ബോഡിയിൽ കാൽഷ്യം ഇല്ല. അപ്പൊ ബോണിന്ന് തിരിച്ച് എവിടേക്ക് റീഅബ്സോർബ് ചെയ്യും? ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. അതേപോലെ നമ്മൾ ഇൻറ്റസ്റ്റൈനിലും എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈനിലും നമ്മൾ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അവിടെയുള്ള കാൽഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ ബ്ലഡിലേക്ക് എടുത്തിടുന്നു. സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കോ, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. വാട്ട് ആർ ദി ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൾഡ്? എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാന്നുള്ളത്? എടാ, ഇത് ഏതാ ഗ്ലാൻഡ് എന്ന് പറയാൻ പറ്റുമോ? ബിഫോർ ദാറ്റ് മനസ്സിലാക്കിയ സമൂസ പോലെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, ഗ്ലാൻഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. സോറി, ഞാൻ പെന്നൊന്ന് മാറ്റാം, കാണൂല. എടാ, സമൂസ പോലെ കാണുന്ന ഗ്ലാൻഡ് ഏതാ? അഡ്രീനൽ ഗ്ലാൻഡ് ആണ് സമൂസ പോലെ. അപ്പൊ മനസ്സിലാക്കുക, ഈ അഡ്രീനൽ ഗ്ലാൻഡിന് ഒരു ഇന്നർ പാർട്ട് ഉണ്ട്, ഒരു ഔട്ടർ പാർട്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇന്നർ പാർട്ടിന് എന്താ പറയാ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. എന്താണ്? മെഡുല്ല. സിമ്പിൾ ആയിട്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഡ് പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചോ. ഒരു ഊമ എന്ത്? പുക. എന്താ ഊമ? ഉള്ളിലുള്ള ഭാഗം മെഡുല്ലാണ്, മാ വെച്ചാണ്. പുക പുറത്തുള്ള ഭാഗം കാ വെച്ചാണ്, കോർട്ടക്സ് ആണ്.
ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് നമ്മൾ എന്താ വിളിക്കുക? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ദി ആൻസർ ഈസ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളിട്ടോ. രണ്ടാമത്തെ ബി, മെൻഷൻ എനി ടു ഹോർമോൺസ് ഓഫ് ദിസ് ടൈപ്പ് ആൻഡ് റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് ഈച്ച്. ഇതിന്റെ രണ്ട് ഹോർമോൺ ഒരു ഫംഗ്ഷൻ ഏതാണ്? ഒന്ന് നമ്മൾ കോർട്ടിസോൾ, ദാ ഫങ്ഷൻസ് ഉടൻ മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യുക. സപ്രസസ് ദി ഇമ്മ്യൂൺ റെസ്പോൺസസ്, അല്ലെ? ഇമ്മ്യൂണിറ്റി, നമ്മളെ പ്രതിരോധ ശേഷി റെസ്പോൺസുകളൊക്കെ എന്ത് ചെയ്യുക? സപ്രസ് ചെയ്യുക. റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദി ബോഡി, നമ്മളെ ബോഡിയിൽ അലർജി കൺട്രോൾ ചെയ്യുന്നതും ഇൻഫ്ലമേഷൻ, വീക്കല്ലേ, വീങ്ങ ഇല്ലേ? എവിടെയെങ്കിലും മൂന്തിയും കുത്തി വീണു, അവിടെ മൊയ്ച്ചു വരും അല്ലെങ്കിൽ വീങ്ങി വരും. ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോർട്ടിസോൾ ആണ്. അതേപോലെ നമുക്ക് വേറൊരു ഹോർമോൺസ് അവിടെ പറയുന്നില്ലേ? ഏതാ? ആൽഡോസ്റ്റിറോൺ ഉണ്ട് അല്ലെ? ആൽഡോസ്റ്റിറോൺ നമ്മൾ തുടക്കത്തിൽ അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാത്രമേ ഉള്ളൂ. ആൽഡോസ്റ്റിറോൺ, പിന്നെ ആൽഡോസ്റ്റിറോൺ നമ്മുടെ ബോഡിയിലുള്ള മിനറൽസ് എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് എഴുതിയോ? ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് തോന്നുന്നത് 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ. നോക്കോ, ഫസ്റ്റ് വൺ, അനലൈസ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ദ ഡയഗ്രാം എന്താണ് ക്വസ്റ്റ്യൻ? ദി ഡയഗ്രാം ഷോസ് ദി മൂവ്മെന്റ് ഓഫ് എ ഹോർമോൺ. ഐഡന്റിഫൈ ദി ഹോർമോൺ ആൻഡ് പ്ലാൻ ദി മൂവ്മെന്റ് ഓഫ് ഇറ്റ് കോസസ്. ഹോർമോണിന്റെ പേര് എന്താ? ഐഡന്റിഫൈ ദി ഹോർമോൺ പറയാൻ പറ്റുമോ? ഹോർമോണിന്റെ പേരാണ് ഓക്സിൻ. ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഹൗ ഡസ് ദിസ് മൂവ്മെന്റ് ബി പോസിബിൾ? ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെ നടക്കുന്നു? ഇവിടുത്തെ കോൺസെപ്റ്റ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണ്. എടാ, ഇത് ഓക്സിൻ പ്ലാന്റ് ആണ്, സോറി ഏതൊരു പ്ലാന്റ് ആണ്. ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ സൺലൈറ്റ് ഉണ്ട്. ആരുണ്ട്? സൺലൈറ്റ് ഉണ്ട് അല്ലേ? കണ്ടോ? സൺലൈറ്റ് ഉണ്ടോ? ഓക്കെ, സൺലൈറ്റ് ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എവിടെയാണോ ഓക്സിജൻ ഉള്ളത്, എവിടെയാണോ സൺലൈറ്റ് ഉള്ളത്, ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല. ഓക്സിജന് ആരെ പറ്റൂല? സൺലൈറ്റിനെ പറ്റൂല. മനസ്സിലാക്കി വെക്കുക. അപ്പോ സൺലൈറ്റ് ഇവിടെ നിന്നല്ലേ വരുന്നേ? അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ഓക്സിജൻ കംപ്ലീറ്റ് ഈ സൈഡിലേക്ക് പോകും. ഞാൻ ഈ പിക്ചർ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരക്കുന്നത്. ഓക്സിജൻ എല്ലാം ഇവിടെ ഈ സൈഡിലേക്ക് പോയിട്ട് ഓക്സിജൻ ഇവിടെ ഒരു ടീം ആവും. ഒരങ്ങണ്ടില്ല. കാരണം മനസ്സിലാക്കുക, ഓക്സിജൻ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക ഓക്സിജന് സൺലൈറ്റിനെ പറ്റത്തില്ല. സോ മനസ്സിലാക്കുക, ഇവരിവിടെ ഒരു ടീമായിട്ട് മാറിയിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ക്ലിയർ ആണോ? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഇവിടെ സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പ്ലാന്റ് വളരാൻ തുടങ്ങും. ഓക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ അല്ലേ? അപ്പൊ അത് എങ്ങനെ വളരാൻ തുടങ്ങും? ഓക്സിന് ഇതിങ്ങനെ എവിടെയാണോ സൺലൈറ്റ് ഉള്ളത്, ഓക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സണ്ണിന്റെ നേരേക്ക് ഈ പ്ലാന്റ് ഇങ്ങനെ വളരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു പ്ലാന്റ് എപ്പോഴും എവിടെയാണോ സൺലൈറ്റ് ഉള്ളത് അങ്ങോട്ട് മൂതി ചിരിച്ചു കാണി പോവും, മൂതി കാട്ടി അങ്ങോട്ട് പോകും. അതെന്തിനാ? അതെങ്ങനെയാണ്? കാരണം ഓക്സിജൻ ഇപ്പുറത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് എവിടേക്ക് ബെൻഡ് ആവും? ടുവാർഡ്സ് സൺലൈറ്റ്, അല്ലെങ്കിൽ ഓക്സിജന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? ബെൻഡ് ആവും. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. സിമ്പിൾ ആണ്, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്സിജന് സൺലൈറ്റിനെ പറ്റൂല. രണ്ടാളും ഭൂലോക ശത്രുക്കളാണ്. എവിടെയാണോ ഓക്സിജൻ ഉള്ളത് അവിടെ സൺലൈറ്റ് ഉണ്ടാവില്ല. സൺലൈറ്റ് ഇവിടുന്ന് വരികയാണെങ്കിൽ ഓക്സിജൻ ഇവിടെ ഗ്രൂപ്പ് ആവും. ഇനി സൺലൈറ്റ് ഇവിടെ ആണെങ്കിലോ ഓക്സിജൻ ഇവിടെ ഗ്രൂപ്പ് ആവും. മനസ്സിലായില്ലേ? എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ഒരു വളരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ഇതിന്റെ ആൻസേഴ്സ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി ഫിഗർ ഷോസ് എ ഡിസോർഡർ റിലേറ്റഡ് ടു ദി സെക്രീഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺ. അല്ലേ? എന്താണ് ട്രോപ്പിക് ഹോർമോൺ ഉണ്ടാവുന്ന ഭാഗമായിട്ടുണ്ടാവുന്ന ഡിസോർഡർ? ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഐഡന്റിഫൈ ദി ഹോർമോൺ ആൻഡ് ദി നെയിം ഓഫ് ദി ഹോർമോൺ ദാറ്റ്സ് കൺട്രോൾ ഇറ്റ് സെക്രീഷൻ. ഏതാ ഹോർമോൺ? നമ്മൾ പറഞ്ഞാണ് ഗ്രോത്ത് ഹോർമോൺ അല്ലേ? ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ് ഇവിടുത്തെ ഹോർമോൺ. സൊമാറ്റോട്രോപ്പിൻ. നമ്മൾ സൊമാറ്റോട്രോപ്പിന് ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതാണ് മെൻഷൻ ഡിസോർഡേഴ്സ്. ഞാൻ ഇപ്പൊ പറയാൻ വന്ന കാര്യമാണ്. ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ക്വസ്റ്റ്യനിക്ക് പോയത് കേട്ടോ. മെൻഷൻ ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ഇറ്റ് ഇംബാലൻസ് ആൻഡ് ദെയർ സിംറ്റംസ്. എടാ, ഈ സൊമാറ്റോട്രോപ്പിൻ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ നേരത്തെ പറയില്ല, സൊമാറ്റോട്രോപ്പിൻ കൂടി കഴിഞ്ഞാൽ ആളങ്ങോട്ട് വലുതാവും, സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആള് ചെറുതാവും അല്ലേ? ഇത് രണ്ട് ഗ്രോത്ത് ഫേസിലാണ് നടക്കാന്ന് ഞാൻ പറഞ്ഞു. എടാ, വളരുന്ന സമയത്താണ് സൊമാറ്റോട്രോപ്പിൻ കൂടുതലും കുറയുമ്പോഴാണ് ആള് വലുതാവും ചെറുതാവും ചെയ്യുക. നിങ്ങൾ വളർച്ചയൊക്കെ കഴിഞ്ഞിട്ട് സൊമാറ്റോട്രോപ്പിൻ കുറെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അസുഖമാണ്. ഇതിനെ പറഞ്ഞ പേരാണ് അക്രോമെഗാലി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ്ലി പറയുന്നുണ്ട് അല്ലെ. ഡോർഫിസം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി പറയണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. സിമ്പിൾ എല്ലാം നമ്മൾ പറഞ്ഞാണ്. ജൈജാൻറ്റിസം പറഞ്ഞാണ്. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഫേസിൽ എന്ത് ചെയ്തു? കൂടി. അപ്പൊ ആളെ ഹൈറ്റ് കൂടി. ഞാൻ ആളെ എക്സാമ്പിൾ പിക്ചർ കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് അക്രോമെഗാലി.
ഇതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പറയാനുള്ളൂ. ബാക്കി രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ദി പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ഇൻക്രീസസ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് ആണ്. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആണ്. എന്താണ്? ആഫ്റ്റർ, വളർച്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സൊമാറ്റോട്രോപിൻ എക്സസ് ആയിട്ടുണ്ടായി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി പാർട്സ് സച്ച് ആസ് പാംസ്, ഫൂട്ട് ആൻഡ് ജോൺസ്. നമ്മളെ പാമ്പ്, കൈയിന്റെ വിരലുകള്, ഫൂട്ട്, കാലിന്റെ വിരലുകള്, അതേപോലെ നമ്മളെ ജോ ഇല്ലേ ഇവിടെ നമ്മളെ താടിയല്ല് എന്ന് പറയും. ഈ താടിയല്ലൊക്കെ ഭയങ്കര ലെങ്ത് വെക്കണം, നന്നായിട്ട് നീണ്ട് പോകും. നമുക്ക് ഇവിടെ ഞാൻ 1-2 പിക്ചർ കാണിച്ചു തരാം. ഇയാളെ പരിചയം ഉണ്ടോ? ഫിലിം ആക്ടറാണ്, ഫേമസ് ആയിട്ടുള്ള. നമ്മൾ പക്രു ചേട്ടൻ എന്ന് പറയും, ഗിന്നസ് പക്രു, കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. മൂപ്പർക്ക് ഏത് അസുഖമാണ്? മൂപ്പർ സൊമാറ്റോട്രോപിൻ കുറഞ്ഞതാണ്. സൊമാറ്റോട്രോപിൻ കുറഞ്ഞപ്പോ മൂപ്പർക്ക് ഏത് അസുഖം വന്നു? ഡോർഫിസം വന്നതാണ്. ഓക്കെ. ഇനി ഇവിടെ വലിയൊരു ഹൈറ്റ് ഉള്ള ഒരാളെ കാണാം, കണ്ടോ? ഇയാളെ കൈ വെച്ചിട്ടും ഇയാൾ ഇത്രേ ഉള്ളൂ, കണ്ടോ? ആള് സൊമാറ്റോട്രോപിൻ കൂടിയതാ. ഇയാളാണ് ഏത്? ജൈജാൻഡിസം. ഏതാണ്? ജൈജാൻഡിസം. ക്ലിയർ അല്ലേ? സോ വിത്ത് ദി സ്മൈൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. സോ ക്ലാസ്സിന് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കട്ടോ, കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്തായാലും എന്ത് ചെയ്യും? റീപ്ലൈ തരാം. പിന്നെ നമ്മൾ ഇനിയും എക്സാമിന് വരാൻ കുറെ മണി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം? ക്ലാസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാട്ടോ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും ടാറ്റ, ബൈ. അപ്പൊ കാണാം. ഓക്കെ, പോയിക്കോളി. ഇവിടെ തൊള്ളി തുറന്നിരിക്കണ്ടോ? അത് നമ്മളെ മുന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. സോ ഓക്കെടാ.